ഗൈസ്, നമസ്കാരം. അപ്പം മിനി വർക്കല എന്നറിയപ്പെടുന്ന കോളേരി ശ്രീനാരായണ ഷൺമുഖ ക്ഷേത്രം, അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ശിവരാത്രി മഹോത്സവമാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ദൂരെ നിന്നൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കയറി തൊഴുതിട്ട് വരാം. ഇവിടെ ശിവരാത്രി മഹോത്സവമാണ് നടക്കുന്നത്. അപ്പോൾ 7 ദിവസത്തെ ഉത്സവമാണ്. പക്ഷേ ശിവരാത്രീൻ്റെ അന്നാണ് നല്ല ഒരു ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങളൊക്കെ വന്നിട്ട് ശിവരാത്രിയാണ് ഇവിടെ ശരിക്കും കൊണ്ടാടുന്നത്. അപ്പോൾ നമ്മളിതേ കുഞ്ഞാറ്റയും വാവാറ്റയും പൈങ്കിളിയും കുഞ്ഞും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാൻ പോവാം കേട്ടോ. തൊഴുതുകൊണ്ട് വയ്ക്കാൻ ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒന്ന് എവിടെ നിന്നൊക്കെയോ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ശിവരാത്രി ഉത്സവമായ കാരണം തന്നെ പണ്ട് മുതലേ ഉള്ളതാണല്ലോ നമ്മുടെ ശിവരാത്രി ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം ആണെങ്കിലും ഇവിടെ ശിവരാത്രിയാണ് ശരിക്ക് ആഘോഷിക്കുന്നത്. അപ്പം ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ ചന്ദനമൊക്കെ മേടിച്ച് തൊട്ടു. അപ്പം നമ്മൾ ചന്ദനമൊക്കെ തൊട്ടു. നമ്മൾ ഇനിയിപ്പം പുറത്തേക്ക് ഇറങ്ങിയത് ചുറ്റമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുവാണേ. അവിടെ ദേവിയുണ്ട്, ശിവനുണ്ട്, കൃഷ്ണനുണ്ട്. അവിടെയൊക്കെ നമ്മൾ തൊഴാൻ വേണ്ടി പോകും. എന്നാലും ജനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജനങ്ങൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. എന്നാലും ഒരുപാട് ജനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഇനി ഇച്ചിരി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് ഘോഷയാത്ര വരും. അത് കാണാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ദേവീൻ്റെ അടുത്തൊക്കെ ഭദ്രകാളീൻ്റെ ഒക്കെ അടുത്ത് ഇവിടെ തൊഴുത് നിൽക്കുകയാണ്. ഇനി ഇവിടെ ചുറ്റി നമ്മൾ ശിവൻ്റെ ഒക്കെ അടുത്തേക്ക് പോകും. നമ്മുടെ അമ്പലമൊക്കെ നന്നായിട്ട് പൂണ്ടും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നിറച്ച് ബൾബും ലൈറ്റൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, കാണാൻ തന്നെ അടിപൊളി, നല്ല രസമാണ്. അപ്പം നമ്മൾ ഇനി സർപ്പക്കാവിലേക്ക് പോകാൻ വേണ്ടി പോവാം കേട്ടോ. ഇപ്പം നമ്മുടെ സർപ്പക്കാവാണ് ഈ കാണുന്നത്. നല്ല അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഘോഷയാത്രയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഘോഷയാത്ര ഒക്കെ വരണമെങ്കിൽ കുറച്ച് നേരം കഴിയണം. നമ്മളിവിടെ റോഡിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പം ഘോഷയാത്ര ഇപ്പോൾ വരും, കുറച്ച് കഴിയുമ്പോൾ ഘോഷയാത്രയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഘോഷയാത്ര കാണാൻ വേണ്ടി നല്ല തിരക്കാണ്. നമ്മൾ ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. സത്വ ആയുർവേദ ക്ലിനിക്, ഗോദ്രേജ് ബാങ്ക് ഈവനിംഗ് ബ്രാഞ്ചസ്. ഉത്സവപ്പറമ്പിലെ ബഹളം നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ ഭയങ്കര ബഹളമാണ് ഇവിടെ. ഭയങ്കര ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. അപ്പം മുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചക്കരയുണ്ട്, എല്ലാവരും ഉണ്ട്. പാമ്പിനെയൊക്കെ മേടിച്ചിട്ടുണ്ട് ചക്കര. അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഘോഷയാത്രയൊക്കെ കാണാൻ വേണ്ടി നോക്കി നിൽക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും ഘോഷയാത്രയൊക്കെ വരും. അപ്പം നമ്മൾ കാണാൻ വേണ്ടി നിൽക്കുക. ചക്കര പാമ്പ് കാണിക്കാൻ
ഇപ്രാവശ്യത്തെ ഉത്സവം നല്ല വെറൈറ്റി ആയിരുന്നു. കാരണം കടലാസും കോഴികൾ, പിന്നെ കുതിരകൾ, പഴഞ്ചൂടുകൾ എല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു പ്രത്യേക ഉത്സവമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.